ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മത്സരത്തിനായി ഇറങ്ങുകയാണ്. CPM സംസ്ഥാന നേതൃത്വത്തെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. സുധീഷ് ഗോപാൽ ഒരിക്കൽ കൂടി ചേരുകയാണ്. സുധീഷ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഏറ്റവും തിരിച്ചടിയേറ്റ, കേരളത്തിലൊട്ടാകെ തിരിച്ചടിയായിരുന്നു, അതിലേറ്റവും തിരിച്ചടി ഉണ്ടാവുകയും BJP അവരുടെ വോട്ടുകൾ വലിയ തോതിൽ CPM കേന്ദ്രങ്ങളിലേക്ക് കടന്ന് വോട്ടുകൾ ഉയർത്തുകയും ചെയ്ത ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവിടെ CPMന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജി സുധാകരനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവ് കൂടി ഇത്തരത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം CPMന് രാഷ്ട്രീയമായി ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലുമൊക്കെ എത്രത്തോളം വലിയ ക്ഷീണം ചെയ്യും? ഗൗതം, വലിയ രീതിയിലുള്ള തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കുന്നതാണ് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് മാറുന്നു എന്നത് തന്നെ. ഒരുപക്ഷെ മത്സരിച്ചില്ലെങ്കിൽ പോലും, സുധാകരൻ മാറി നിന്നാൽ പോലും അതൊരു ക്ഷീണം ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ തന്നെ, അത് ചെങ്ങന്നൂർ മണ്ഡലത്തിലടക്കം വലിയ രീതിയിൽ പ്രതിഫലിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും വ്യക്തമായ സ്വാധീനമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. 2 തവണ ജില്ലാ സെക്രട്ടറി ആയ വ്യക്തിയാണ്. മന്ത്രിയായി ആലപ്പുഴയുടെ ചാർജുകാരനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിലുപരി പാർട്ടിയുടെ സംഘടനാപരമായ ചുമതലകളിൽ, പാർട്ടി ക്ലാസുകൾ എടുക്കുന്നതിലെല്ലാം പ്രധാന ചുമതലക്കാരനായി നിന്നിരുന്ന വ്യക്തിയാണ് ജി സുധാകരൻ. ജി സുധാകരൻ ഒരുപക്ഷെ പാർട്ടി ക്ലാസ് എടുക്കാത്ത ഒരു പാർട്ടി അംഗങ്ങളും ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടാവാൻ പോലും സാധ്യതയില്ല. അത്ര കണ്ട് പാർട്ടിയിലെ ക്ലാസ്സുകളും മറ്റും നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത്തരമൊരു വ്യക്തി പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാവും. അതിലുപരി ജി സുധാകരനെ കാണുന്നത് BJP നേതാവ് യുവരാജ് ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, കഴിഞ്ഞ കുറേ നാളുകളായി ജി സുധാകരൻ പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ്. അദ്ദേഹം വലിയ വിമർശനങ്ങൾ പലതവണ ഉന്നയിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായി പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് പറയുകയും സ്വതന്ത്രനായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയുമാണ്. CPMലെ ഈ വിഭാഗീയത അല്ലെങ്കിൽ ഈ പിണറായിസത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജി സുധാകരൻ രാമായണ കാലമാകുമ്പോ രാമായണമൊക്കെ എടുത്തു വെച്ച് വായിക്കുന്ന ഒരു നേതാവാണ്. നിലവിലെ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാമായണമൊക്കെ ഹറാമാണ്. അവർക്ക് അത്തരത്തിലുള്ള നേതാക്കളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് കുറെ കാലമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ജില്ല പ്രധാനമായിട്ടും പോപ്പുലർ ഫ്രണ്ടും SDP ഒക്കെ CPMനെ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ ആരോപണം ഉന്നയിക്കുന്നത് BJP RSS ഒന്നുമല്ല. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ഏരിയ കമ്മിറ്റി തന്നെ രാജിവെച്ചു പോകുന്ന സാഹചര്യം ആലപ്പുഴ CPMനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിയാണോ ലോക്കൽ കമ്മിറ്റിയാണോ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രവും തുടർച്ചയൊക്കെയാണിത്. CPMനെ അവരുടെ സഖാക്കളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. താരത്തിൽ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ജി സുധാകരൻ മാത്രമല്ല, എത്രയോ പേര് ഇപ്പോ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള വളരെ അറിയപ്പെടുന്ന ആൾക്കാർ ഉൾപ്പെടെ, ഇപ്പൊ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതേ നിലപാട് തന്നെയാണ് ഇപ്പൊ നിലവിൽ CPMനോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ അണികളിൽ നിന്ന് അകന്നിട്ടുണ്ട്, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകത്തിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി യുവരാജ് ഗോകുൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സുധീഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുധീഷ്, നേരത്തെ യുവരാജ് ഗോകുലൊക്കെ സൂചിപ്പിച്ചതുപോലെ ജി സുധാകരൻ പറഞ്ഞ മറ്റൊരു പ്രസക്തമായ വിഷയം ഈ H സലാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. കാരണം അമ്പലപ്പുഴയിലെ സിറ്റിംഗ് MLA SDPAയുടെ ആളാണ്, അല്ലെങ്കിൽ അയാൾ രാത്രിയായി കഴിഞ്ഞാൽ SDPAയും പകൽ CPMുമാണ് എന്ന വിമർശനം അത് BJPയും സംഘപരിവാറും മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളും ഉന്നയിക്കുന്നതല്ല. ആലപ്പുഴയിലെ CPMൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇതിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം SDPA പോലെയുള്ള ഭീകര സംഘടനകൾ CPMനെ ആലപ്പുഴ പോലൊരു ജില്ലയിൽ വിഴുങ്ങി എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിലും സുധാകരൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ജിഹാദികൾക്ക് പൂർണ്ണമായി പാർട്ടി കീഴടങ്ങുന്നു എന്നതുകൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി സുധാകരൻ ഇറങ്ങുന്നത്. ഗൗതം, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞ ഒരു കാര്യം. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ 6 സീറ്റിൽ SDPA വിജയിച്ചിരിക്കുന്നു. അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ അപ്പാടെ തന്നെ SDPAയ്ക്കും വെൽഫെയർ പാർട്ടിക്കും വളർച്ചയുണ്ടാവുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ജി സുധാകരൻ മുന്നോട്ട് വെച്ച ചോദ്യം. കഴിഞ്ഞ തവണ വലിയ രീതിയിൽ CPM വിജയം നേടിയെടുത്ത് ഇവർക്ക് മേൽക്കൈ ഉണ്ടാവുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്നു. അത്തരം ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി, ആര് വരെ വളർത്തി, ആര് സഹായിച്ചു എന്ന ചോദ്യം കൂടി ജി സുധാകരൻ
മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നീക്കം, അത് നേരെ എച്ച് സലാമിനെതിരെയുള്ള ആരോപണം തുടങ്ങുന്നത് ഇപ്പോഴല്ല. അമ്പലപ്പുഴയിൽ 3 വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളും മറ്റും സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ആ കേസിൽ ആ പ്രതികളെല്ലാം തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. 3 പെൺകുട്ടികളെ പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. ആ കേസിൽ പോലും നീതി നടപ്പാക്കാതെ മറുപക്ഷം ചേർന്നു എന്ന ആക്ഷേപം നേരിട്ട വ്യക്തിയാണ് എച്ച് സലാം. അതിൻ്റെയൊക്കെ പിന്തുടർച്ചയായുള്ള ചില സഹായങ്ങൾ എച്ച് സലാമിനും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ആ ഒരു രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെയും കാണേണ്ടി വരും. ഒരു വർഗീയ ധ്രുവീകരണമടക്കം ഉണ്ടാവുമെന്ന് പറയപ്പെടുമ്പോഴും എച്ച് സലാമിന് എതിരായി ആ സമുദായത്തിൽ പോലും ഒരുപാട് പേരുണ്ട് എന്നതാണ് മറ്റു പാർട്ടികളുടെ വിലയിരുത്തൽ. ആ രീതിയിൽ അമ്പലപ്പുഴയിൽ എച്ച് സലാമിന് ഇപ്പോൾ വലിയ ഒരു സ്വാധീനമില്ല എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നിട്ടും പാർട്ടി എങ്ങനെ സീറ്റ് നൽകി എന്ന ചോദ്യമാണ് പാർട്ടി അണികളിൽ നിന്ന് പോലും ഉയരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ജി സുധാകരൻ ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കാൻ രംഗത്തെത്തുന്നതും. ജി സുധാകരന് ആര് പിന്തുണ നൽകും? ജി സുധാകരൻ പറയുന്നതനുസരിച്ച് ആരുമായും അത്തരം പിന്തുണയുടെ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ്. ആരെങ്കിലും പിന്തുണ തന്നാൽ എന്തെന്നുള്ളത്, ആ പിന്തുണ എന്തടിസ്ഥാനത്തിൽ എന്നത് നോക്കി തീരുമാനിക്കും എന്നതാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തു തന്നെയായാലും അമ്പലപ്പുഴ ഏറെ ആകർഷകമായ ഒരു മണ്ഡലമായി ഇതോടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ മറ്റ് മുന്നണികളും സ്ഥാനാർത്ഥിയെ നിർത്തിയാണോ മത്സരം, ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരും എന്നതിൽ ഏറെ ആകാംക്ഷയോടെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തു തന്നെയായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെയും തന്നെ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ജി സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന വാർത്ത എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൗതം. സുധീഷ്, ഒപ്പം ഈ പിണറായിസത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തി കൂടിയാണല്ലോ സുധാകരൻ. കാരണം പിണറായിസത്തെ ചെറിയ തോതിലെങ്കിലും ചോദ്യം ചെയ്യുന്ന നേതാക്കൾക്ക് സീറ്റില്ല, അവരെ വെട്ടിനിരത്തുന്നു. അവരുടെ കാര്യം വരുമ്പോൾ 2 ടേം വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ പിണറായിസത്തെ ചോദ്യം ചെയ്താൽ സുധാകരൻ്റെ അവസ്ഥയാകും മുതിർന്ന നേതാക്കൾക്ക് എന്ന സന്ദേശം കൂടിയാണല്ലോ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഈ സമയത്തും നൽകുന്നത്. ഗൗതം, അതുതന്നെയാണ് ഇപ്പോൾ വിവിധ വിമർശനവുമായി ജി സുധാകരൻ എത്തിയിട്ട് പോലും അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല എന്നത് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത്. CS സുജാത എത്തിയത് സംസ്ഥാന കമ്മിറ്റിയുടെ, സംസ്ഥാന സമിതിയുടെ ഒന്നും നിർദ്ദേശപ്രകാരമല്ല. അവർ എൻ്റെ ബന്ധുവാണ്. മറ്റൊരാൾ എത്തിയത് ഹരിശങ്കറാണ്. 2 പേരും ബന്ധുക്കളായിരുന്നു. ഇന്നലെ ഈ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കണ്ടു, സംസാരിച്ചു, അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നതാണ് ജി സുധാകരൻ പറയുന്നത്. മുഖ്യമന്ത്രിയോ ഇല്ലെങ്കിൽ അതിന് താഴേക്കുള്ള ആരോ ജി സുധാകരൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ഇടപെടലൊന്നും തന്നെ നടത്തിയിരുന്നുമില്ല. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ, നേരത്തെ നടത്തി ജി സുധാകരനെതിരെയുള്ള ഈ അവഹേളനങ്ങളും അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം വരുന്നില്ല എന്നതും ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ അധികാരമോഹി എന്ന നിലയിലാണ് ജി സുധാകരൻ മത്സരിക്കുന്നതെങ്കിൽ ബാക്കി എല്ലാവരും സന്യാസത്തിന് പോകാനാണോ മത്സരിക്കുന്നത് എന്നതാണ് ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നതിൽ കാര്യമില്ല. എത്ര തവണ മത്സരിച്ചു എന്നതല്ല, മത്സരിച്ച് ജയിച്ചപ്പോൾ എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയോ അഴിമതി നടത്തുകയോ ചെയ്തിട്ടുണ്ടോ. തൻ്റെ ബന്ധുക്കളായി ഒരുപാട് പേര് ഉണ്ട്, എന്നാൽ ആർക്കും ഒരു ഗുണവും താൻ മന്ത്രിയായിരുന്നപ്പം വ്യക്തിപരമായി ചെയ്തു കൊടുത്തിട്ടില്ല. അത് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയും എന്നതാണ് ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. അഴിമതിക്കെതിരായ പോരാട്ടം, പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കെതിരായ പോരാട്ടമായാണ് ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിനെയും ഈ മത്സരത്തെയും കാണുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് എല്ലാം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാവും. ഇതിനൊക്കെ മറുപടി പറയാൻ ഏറെ വേർക്കേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. സുധീഷ്, എന്തായാലും വളരെ നിർണായകമായ ചില പ്രഖ്യാപനമാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ജി സുധാകരൻ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ CPM-ന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ്, താത്വിക ആചാര്യൻ, വിവിധ ടേമുകളിൽ MLA, 2 തവണ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, മന്ത്രി തുടങ്ങി വിവിധ പാർട്ടി പദവികളും അതോടൊപ്പം തന്നെ സർക്കാർ പദവികളും വഹിച്ച വ്യക്തിയാണ്. ഇപ്പോൾ CPM ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായ മത്സരത്തിറങ്ങുന്നത്. ആരുടെയും പിന്തുണ തേടില്ല, സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുമ്പോഴും UDF ക്യാമ്പ് വളരെ സജീവമായി ജി സുധാകരന് പിന്തുണ നൽകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ചേർന്നത്.